കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. അധ്യാത്മരാമായണ പാരായണം 27-ാം ദിവസം. അതികായ വധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസും ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ, ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നുവരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ട് പൊയ്ക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും. ഓർക്ക് പുറപ്പെട്ടു ചെന്നതു കണ്ടളവു കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാർ. സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിതാശു കപിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരെ. വാരണവാജി രഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണുമരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടിത്തുടങ്ങി. ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിരൂക്ഷതയോട് മടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിത്. വാരണമേറി മഹോദര വീരനും തേരിലേറി തൃശിരസുമണഞ്ഞിത്. മൂവരോടും പൊരുതീടിനാൻ അങ്കദൻ. ദേവാദികളും പുകഴ്ത്തിനാരന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും തൃശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വനന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനും ഉന്മത്തനും മരിച്ചാർ കവിസത്തമന്മാരോടെതിർത്തതിസത്വരം. വിശ്വൈക വീരൻ അതികായൻ അന്നേരം അശ്വങ്ങൾ 1000 പൂട്ടിയ തേരിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞൻ അത്യർത്ഥം ഉദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയുമിട്ടു. നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽപൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം. ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധൗ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം. ചിത്തമുഴുത്തേതുമാവതല്ല ഞേറ്റമന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം. മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ, പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതു കൊണ്ടിവനേൽക്കയില്ല ആയുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദം ഉൾക്കാമ്പിൽ നന്നായുറപ്പിച്ചു വന്ദിച്ചു. പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം. ഭൂമൗ പതിച്ചോരധികായ മസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു കവികുലം. രാമാന്തികെ വെച്ചു കൈതൊഴുതിയിടിനാ രാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. രാവണനോടറിയിച്ചാരവസ്ഥകൾ ഹാ വിധിയെന്നലറി ദശകണ്ഠനും. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനി നല്ലതു ശങ്കരാ ദൈവമേ. യുദ്ധം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ
ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ. എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നേ സുഖമേ ജയിച്ചു വരിക നീ. വൻപനാം പുത്രനും കുമ്പിട്ടു താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്ന് ജംഭാരിജിത്തും നികുംഭില പൊക്കിത്. സംഭാരജലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചിതന്നേരം. രക്തമാല്യാംബര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി പൂണ്ടുജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപപുത്രനും എത്രയും വ്യക്തവർണ്ണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനുപ്രസാദത്താലതിദ്രുതം. ശസ്ത്രാസ്ത്രചാപരധാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായാശരൻ. പോർക്കളം പുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തടുത്തിടിനാർ. മേഘജാലം വരുഷിക്കുന്നത് പോലെ മേഘനാഥൻ കണ തൂക്കിത്തുടങ്ങിനാൻ. പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പദാതിരഥികളും അന്തകൻ തൻ പുരിയിൽ ചെന്ന് പുക്കവർ കന്തം വരുന്നത് കണ്ടോരു രാവണി. സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂക്കിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും മണ്ണ വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വൻപരാമർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100 200 500 അമ്പുകൾ കൊണ്ട് പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണീടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പതു മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിതവണ്ണമേറ്റു ഗന്ധമാദനന്മയിലും 29 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമയിലും 6 പനസനും 7 വിനതനീരാറ് സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 150 കൂടെ വന്നേറ്റിതു 10 ശതബലിക്ക് 9 ധൂമ്രനും 10 8 പ്രമാധിക്കുമേറ്റിത് 10 പുനർ25 ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദധിമുഖന്മയിലും 42 ഗവാക്ഷനുമേറ്റിത് 3 ഗവയനും 5 ശരഭനും 3 ഒരു 4 സുമുഖനും ദുർമുഖനേറ്റ് 24 അമ്പു സമ്മാനമായി 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോട് 80 അഗ്നിവദനനും അങ്കദന്മേൽ 75 കൊണ്ടിത് തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. യുദ്ധം കപികുലനായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ. മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്തരം. ആവതില്ലേതും ഇതിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ട് പറഞ്ഞു നിൽക്കേരുഷ രാഘവന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായത് ലോകവും കൗണപാധീശ ജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരുന്നീടിനാൻ. ലേഖസമൂഹവും മഴ്കീഗതാശ്രയ. ഔഷധാഹരണയാത്ര. കൈകസീ നന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവന്മേലിൽ ആപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിൽ ആരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാഥോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതനനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്ന് വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക.
സത്യം വിഭീഷണനായതു ഞാനെടോ. സത്വമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശനാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും. രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവപുത്ര വാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചീലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായി ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടത്തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീയെന്നിയെ. പോകവേണം നീ ഹിമവാനയും കടന്നാകുലമറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിക നീ. 4 ദിവ്യൌഷധങ്ങൾ അവറ്റിനു 4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നെടോ, പിൻപു സന്താനകരണി, 3-മതും നല്ല സുവർണകരണി, 4-മതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ 2-നും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4-നും വേദസ്വരൂപങ്ങളെന്നുമറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാദരാൽ വരിക. മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ. യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നവൻ അന്തർഗൃഹത്തിങ്കൽ നിന്നും പുറപ്പെട്ടു. രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധീശൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ് അതിവിസ്മയം പൂണ്ടവൻ ആപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം. ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണന കാലനേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാലവൈഭവം എന്തു ചൊല്ലാവതുമൊക്കെ നിന്നോട് ചൊൽവാൻ എത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണീടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടുപ്പിച്ചിതാത്മജൻ ഇന്ന് ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണം അതിനു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനി കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീച്ചനെ കണക്ക മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യനുമൊക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും അന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമന് കൊണ്ട കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്യുദ്ധായ ശുദ്ധതോയെ കുളിച്ച് അത്യന്ത ഭക്തിയോടർക്കോദയം കണ്ട് സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം
പ്രാപിച്ചു തുഷ്ടനായി സർവ വിഷയസംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടാത്മാനമാത്മനാ സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവരജംഗമജാതികളായുള്ള ദേവതിഥ്യ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായ എന്തൊന്നു താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതുമൊക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിന് അനേകഥാ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായാപുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാപരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണിന്നിത് തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്യുഹം മായാഗുണ വിമോഹത്തിനാൽ ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവന് വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യപ്രകൃതി വിമുക്തനാത്മാ വിധിജ്ഞാത്വാ നിരസ്താശയാജിത കാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം പത്മകർണികാമധ്യേ സുവർണപീഠോൽപലെ രത്നഗണാഞ്ചിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാല വിലോചനമൈരാവതീ തുല്യ പീതാംബരധരം ഹാരകിരീട കേയൂരാംഗദാങ്കുലീയോരു രത്നാഞ്ചിത കുണ്ടല നൂപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭസാര സമാല്യ വനമാലികാധരം ശ്രീവത്സവക്ഷ സംരാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സരം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കലുമുള്ള ഒരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞ് അതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചീടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൻ ഗളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി ക്ഷണദാചരൻ അന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി മതി രൂക്ഷസ്വഭാവം ഇതുകൊണ്ടു കിംഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനിതെന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാനദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷനായി തൽക്ഷണേ. കാണായിതാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുത മൃഷ്യാശ്രമം കണ്ടു വായുതനേനും ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെന്മനോ വിഭ്രമമല്ലല്ലീ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ യുദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായാശ്രമമശ്രമം രംഭാപനസ ഖർജുര കേരാമ്രാതി സമ്പൂർണമത്യച്ഛതോയ വാപീയുധം കാലനേമി ത്രിയാമാചരനും തത്രശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽപ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ രാമദൂതോഹം ഹനുമാനിതി മമ നാമം
പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നിതു ദാഹം പുറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിത് സുവ്യക്തമായതുകൊണ്ട് ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതനാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേ ദാഹമതുകൊണ്ട് പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനേനേവം ചൊന്ന നേരത്ത് മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കെന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടുകിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചൊന്നാനയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു വാഭീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ വന്ന് ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാൻ ഒരുമ്പെട്ട നേരത്ത് കണ്ണുമിഴിച്ചു കപീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കപിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശെ കണ്ടിതന്നേരം ദിവ്യരൂപത്തോട് നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോട് ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവര. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതിമേ നാമം ഹാമതേ. മാന്യനാം നീ ഇനി ഒന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണപ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്തിനി ക്രവ്യാതവംശം അശേഷം ഒടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വാനരവീരാ കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലതേമിതന്നന്തികെ ചെന്നാനവനോട് ചൊന്നാൻ അസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ. കാലമിനിക്കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കപിവരൻ. ഒന്നടിച്ചാൻ അതുകൊണ്ടവനും തഥാ ചെന്നു പൊക്കിയിടിനാൻ ധർമ്മരാജാലയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.